നട്ടപ്പാതിരയ്ക്ക് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ അവൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. പോയപ്പോഴത്തേക്കും വാതിലിൽ അവിടെ രണ്ട് ബുൾബുളിൻ്റെ കുഞ്ഞുങ്ങൾ താഴെ വീണ് കിടക്കുന്ന കണ്ടു. നേരെ മേലേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു ബുൾബുളിൻ്റെ കൂട് ചരിഞ്ഞിരിക്കുന്നതും ആ ചെരിഞ്ഞ കൂട്ടിൻ്റെ പൊക്കത്ത് തള്ളക്കിളി ഇരിക്കുന്നതും കണ്ടു. കുഞ്ഞുങ്ങൾ താഴെ വീണതുപോലും അറിയാതെയാണ് തള്ളക്കിളി കൂട്ടി തന്നെ ഇരിക്കുന്നത്. എന്നാൽ നമുക്കതിനൊന്നും സഹായിക്കാൻ ഓർത്തു. എന്നാൽ പണ്ട് കാരണവന്മാർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. മുട്ടേനെയോ കുഞ്ഞിനെയോ നമ്മൾ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തള്ളക്കിളി അതിനെ സ്വീകരിക്കില്ല എന്ന്. ആ ഒരു പേടി ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പട്ടിയോ പൂച്ചയോ എടുത്ത് ഭക്ഷിക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. ഒന്നും നോക്കിയില്ല, നേരെ കുഞ്ഞുങ്ങളെടുത്ത് കൂട്ടിൽ വെക്കാമെന്ന് തന്നെ വിചാരിച്ച് ആദ്യത്തെ ഒരു കുഞ്ഞിനെടുത്ത് കൂട്ടിൽ വെച്ചു. വെച്ചപ്പോഴത്തേക്കും തള്ളക്കളി ഉണർന്നു. എന്നാൽ ആദ്യം പേടിച്ചില്ല, പക്ഷേ അവസാനം അതൊന്നും നോക്കിയില്ല, സ്ഥലം വിട്ടു. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്കും കുഞ്ഞിന് വിശപ്പ് കൊണ്ട് വാ തുറന്നു. എന്നാൽ കൊടുക്കാനൊന്നും കൊണ്ട് അതിനെയും പയ്യെ മെല്ലെ അങ്ങോട്ട് പൊക്കി കൂട്ടിൽ തന്നെ വെച്ചു. കുഞ്ഞുങ്ങളെ കൂട്ടിൽ വെച്ചത് മാത്രം പോരാനായിട്ട് 2-3 ഈർക്കൊലി ഒടിച്ച് ഡാമേജ് ആയിട്ടുള്ള കൂടൊന്ന് നേരാക്കാമെന്ന് വിചാരിച്ചു. അതിന് സപ്പോർട്ടീവായിട്ട് അതിൻ്റെ താഴെ വെച്ച് കൂടൊന്ന് സ്ട്രോങ് ആക്കിയതിന് ശേഷം ആകെയുള്ളൊരു പേടി, ഇനി കുഞ്ഞുങ്ങളെ തള്ളക്കളി സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു പേടി. എന്നാലും രാത്രി വരെ നോക്കിയിരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനും പയ്യപ്പോൾ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ കൂട്ടിൻ്റെ അവിടെ നോക്കിയപ്പോഴത്തേക്കും തള്ളക്കളി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് സമാധാനമായി.